ഗ്യാസിൻ്റെ ഇഷ്യൂ ഇല്ലാത്ത വിരലിൽ എണ്ണാവുന്ന ആൾക്കാരെ കാണും അല്ലേ? പലപ്പോഴും പലർക്കും നെഞ്ചിരിച്ചിൽ, അല്ലെങ്കിൽ ഏമ്പക്കം, കീഴ്വായു, ഇനി വയറ് വീർക്കുക, പുളിച്ചിത്തട്ട് എന്നുള്ള ഇഷ്യൂസ് കാരണം ഒരു പബ്ലിക് പ്ലേസിൽ വരെ അപ്പിയർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. പ്രോപ്പറായിട്ടുള്ള ഡൈജഷൻ ഇല്ലാതെ, അതുപോലെ മലബന്ധം, അങ്ങനെയുള്ള ഇഷ്യൂസ് കാരണമാണ് ശരിക്കും ഈ ഗ്യാസ് ഉണ്ടാകുന്നത്. പിന്നെ ഈ സ്മോക്കേഴ്സിൽ നമ്മൾ സ്മോക്കിംഗ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഡൈജഷൻ ഇഷ്യൂസ് ഉണ്ടാവുകയും ചെയ്യും. അത് മാത്രമല്ല, ഇതിന് കാരണം എന്ന് പറയുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പെട്ടെന്ന്, അതായത് വാരി വലിച്ച് കഴിക്കുകയാണെങ്കിൽ, ഇനി ഭക്ഷണത്തിൻ്റെ കൂടെ വെള്ളം കുടിക്കുകയാണെങ്കിൽ, ഇനി സംസാരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുകയാണെങ്കിലൊക്കെ നമുക്ക് ഈ എയർ ഉള്ളിൽ ചെന്നിട്ട് ഗ്യാസിൻ്റെ ഇഷ്യൂസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പലർക്കും നമുക്ക് കാണാം, ഈ എക്സസൈസ് ചെയ്യുന്നത്, ഭക്ഷണം കഴിച്ച ഉടനെ എക്സസൈസ് ചെയ്യുമ്പം ഗ്യാസ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ധാരാളമായിട്ട് ഫൈബർ കണ്ടൻറ്റ് കഴിക്കാൻ, സാധാരണ നമ്മൾ പറയും നന്നായിട്ട് ഫൈബർ കണ്ടൻറ്റ് വേണം എന്നാണ്. പക്ഷേ ഫൈബർ കണ്ടൻറ്റ് ഒരു ദിവസം ഒരാൾക്ക് വേണ്ടത് 18 to 30 grams ആണ്. അപ്പോൾ അതിൽ കൂടുതൽ ഫൈബർ കണ്ടൻറ്റ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഗ്യാസിൻ്റെ ഇഷ്യൂസ് കാണും. ഇനി ചായ, കാപ്പി എന്നിങ്ങനെ ധാരാളമായി കഴിക്കുകയാണെങ്കിലും, ഇനി ഭക്ഷണത്തിൻ്റെ കൂടെ നമ്മൾ ചായയും കാപ്പിയും കഴിക്കുകയാണെങ്കിലും ഈ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവുകയും ചെയ്യും. ചിലവർക്ക് ചില ഫുഡ് ഐറ്റംസ് ഗ്യാസ് കൂടുതലായിട്ടുണ്ടാകും. പൊതുവെ കാണുന്നതാണ് ഈ പാല് കുടിക്കുന്നവർക്ക് കൂടുതൽ ഗ്യാസ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഗ്യാസ് കൂടുതലായിട്ടുള്ളവർക്ക് പാല് കുടിക്കാതിരിക്കാം. പിന്നെ ഈ കോല, പിന്നെ സോഡ, അങ്ങനെയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് കഴിക്കുന്നതും കൂടുതൽ ഗ്യാസ് കംപ്ലൈൻറ്റ് ഉണ്ടാകുന്നുണ്ട്. പിന്നെ ചിലർക്ക് മെൻ്റൽ സ്ട്രെസ്സ് കൂടുമ്പോൾ ഗ്യാസിൻ്റെ ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഈ ഭക്ഷണം കഴിക്കുന്നത്, പ്രത്യേകിച്ച് നമ്മൾ ഫാറ്റ് കണ്ടൻ്റ് ആയിട്ടുള്ള ഭക്ഷണം 7 മണിക്ക് ശേഷം രാത്രി കഴിക്കുകയാണെങ്കിൽ തീർച്ചയായും ഗ്യാസിൻ്റെ ഇഷ്യൂസ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് ഡൈജഷൻ വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവർക്കും ഗ്യാസ്ട്രിക് കംപ്ലയിൻറ്റ്സ് ഉണ്ടാകുന്നുണ്ട്. പിന്നെ നമുക്ക് കാണാം, ചില IBS പോലെയുള്ള അസുഖങ്ങളുള്ളവർക്കും ഗ്യാസ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഈ ഇഷ്യൂസ്, നമുക്ക് ഗ്യാസിൻ്റെ ഇഷ്യൂസ് കുറയ്ക്കാമെന്ന് നോക്കാം. അതായത് നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ സ്നാക്കിംഗ് ഹാബിറ്റ് ഉള്ളവർക്ക്, പ്രത്യേകിച്ച് ഈ പാക്ഡ് ഐറ്റംസ് ഒക്കെ കഴിക്കുന്നവർക്ക് അത് ഒഴിവാക്കിയിട്ട് പകരം നമ്മൾ നട്ട്സോ സീഡ്സോ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പിന്നെ ഈ കൂടുതലായിട്ട് ഗ്യാസ് കംപ്ലൈൻറ്റ് ഉള്ളവർക്ക് നടത്തം ശീലമാക്കാം. പിന്നെ അതുപോലെ കോല പോലെയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒഴിവാക്കാം. ഇനി ഭക്ഷണം, പ്രത്യേകിച്ച് ഫാറ്റി ഫുഡ് 7 മണിക്ക് ശേഷം കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ കൂടുതലായിട്ട് നമ്മൾ നമ്മുടെ ഫുഡിലേക്ക് പ്രോബയോട്ടിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതായത് പാലാണല്ലോ നമ്മൾ ഒഴിവാക്കാൻ പറഞ്ഞത്, പകരം നമുക്ക് മോരും വെള്ളമോ തൈരോ ആയിട്ട് നമ്മളെ ഫുഡിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഗട്ടിൽ നല്ല ബാക്ടീരിയ ഉണ്ടാവുകയും ഗ്യാസിൻ്റെ കംപ്ലൈൻറ്റ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. സൾഫർ കണ്ടൻ്റ് ആയിട്ടുള്ള ഭക്ഷണം ചിലവർക്ക് കൂടുതൽ ഗ്യാസ് കംപ്ലൈൻറ്റ് ഉണ്ടാക്കും. അതായത് ഉള്ളി, വെളുത്തുള്ളി പോലുള്ള ഭക്ഷണം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും കുറയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ കൂടുതലായിട്ട് നടക്കാൻ ശ്രമിക്കുക. നടക്കുന്നത് ഗ്യാസ് റിലീവിങ് ആണ്. അതുപോലെ തന്നെ ഇഞ്ചി നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താനും ശ്രമിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുവിധം ഗ്യാസ് പ്രോബ്ലംസ് എല്ലാം നമുക്ക് സോൾവ് ചെയ്യാം.